നമ്മുടെ കേരളത്തിലെ ഓരോ സ്കൂളിനെയും ഒരു ബ്രാൻഡാക്കി മാറ്റാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നല്ല ക്വസ്റ്റ്യൻ ആണത്. ഓരോ സ്കൂളിനെയും ഒരു ബ്രാൻഡാക്കിയിട്ട് ഗംഭീരാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത് ഗവൺമെന്റ് സ്കൂളാവട്ടെ, എയ്ഡഡ് സ്കൂളാവട്ടെ, സ്വകാര്യ സ്കൂളുകളാവട്ടെ, അതിനൊരു ബ്രാൻഡാക്കി മാറ്റിയെടുക്കാൻ ഞാനൊരു 8 കാര്യങ്ങൾ പറയാം. ശ്രദ്ധിച്ചാൽ മതി. ഈ കാര്യങ്ങൾ ചെയ്താൽ അതിനൊരു ബ്രാൻഡാക്കി മാറ്റിയെടുക്കൽ എളുപ്പമാണ്. നമ്പർ 1 ഈസ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ആ സ്കൂളിൽ വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബ്രാൻഡിങ്ങിന് ഫസ്റ്റ് സ്റ്റെപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രസൻസ് ആണ്. വൈഡ് ആയിട്ടുള്ള ലോകത്തേക്ക്, ഡിജിറ്റൽ ലോകത്തേക്ക് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും സ്കൂളിന്റെ മേന്മകളും നേട്ടങ്ങളും എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ലോകത്തേക്ക് നൽകാനായിട്ട് ആർക്ക് സാധിക്കണം? സ്കൂളിന് സാധിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. സമൂഹവുമായിട്ട് സ്കൂളിന് നല്ലൊരു ബന്ധം വേണം. ഈ സ്കൂളിലുള്ള കുട്ടികൾ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരിക്കണം കമ്മ്യൂണിറ്റിയുമായിട്ട്. കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ സ്കൂളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതാണ് തേർഡ് വൺ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ സ്കൂളിന് മാത്രമായിട്ടൊരു ഐഡന്റിറ്റി വേണം. ചില യുണീക്ക് സെല്ലിംഗ് പോയിന്റ്സ് വേണം, USPകൾ വേണം. അതിനൊരു ബ്രാൻഡ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആ ബ്രാൻഡ് പതിയണം. അതാണ് ഫോർത്ത് വൺ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത്. ഒരു സ്ഥിരത വേണം ഗ്രോത്തിന്. അവിടെ കുട്ടികളുടെ എണ്ണം കൂടുന്നു, സൗകര്യങ്ങൾ കൂടുന്നു, അവിടെ ക്വാളിറ്റി കൂടുന്നു, അധ്യാപകരുടെ പരിശീലനം നടക്കുന്നു. ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ വർഷവും അവിടെ ഒരു ഗ്രോത്ത്, സ്ഥിരതയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രോത്ത് അവിടെ വേണം. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബ്രാൻഡായിട്ട് ജനങ്ങളുടെ മനസ്സിലിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എംപ്ലോയീസിനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കണം. നല്ലൊരു ബ്രാൻഡ് ആണെങ്കിൽ നിരന്തരം അവിടെ ഒരു എംപവർമെന്റ് നടക്കും. അത് ടീച്ചിങ് സ്റ്റാഫ് ആവട്ടെ, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആവട്ടെ, എല്ലാ തരം ജീവനക്കാരുടെയും ഒരു എംപവർമെന്റ് അവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം വേണം. അതിൻ്റെ ഒരു റിലയബിലിറ്റി എന്ന് പറയാം. വിശ്വാസ്യത ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊഡക്റ്റ്, ആ ഒരു ബ്രാൻഡ്, ആ സ്കൂള് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും മികച്ചതായിട്ട് മാറുള്ളൂ. അപ്പോൾ ഏറ്റവും മികച്ചൊരു ബ്രാൻഡായിട്ട് അത് മാറണമെങ്കിൽ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും വളരെ പ്രാധാന്യമുണ്ട്. ഫൈനലി നമുക്ക് കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് ഏറ്റവും പ്രധാനം. കസ്റ്റമേഴ്സ് ആരാണ്? സ്കൂളിലെ കസ്റ്റമേഴ്സ് ആണ് പാരന്റ്സ്, കുട്ടികളാണ്. ഈ പാരന്റ്സിന്റെയും കുട്ടികൾക്കും ഏറ്റവും നല്ല ഗംഭീര എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അവര് തന്നെ അത് ബ്രാൻഡ് ചെയ്തോളും. അതൊരു ബ്രാൻഡായിട്ട് ജനങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഏറ്റവും മികച്ചൊരു സ്കൂളായിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡായി. ഇറ്റ്സ് സോ സിമ്പിൾ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരു സ്കൂളിനെയും നല്ലൊരു ബ്രാൻഡാക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.